എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റൗണ്ട് ട്രിപ്പാണ്. അപ്പോൾ അതിൻ്റെ പ്ലാനൊക്കെ ഞാൻ വഴിയേ പറയാം. അപ്പോൾ ഞാനിപ്പോൾ എറണാകുളം ജംഗ്ഷനിൽ ഇപ്പോൾ 6ാമത്തെ പ്ലാറ്റ്ഫോമിൽ കിടക്കുന്ന എറണാകുളം കൊല്ലം മെമ്മു പാസഞ്ചറിലാണ്. അപ്പോൾ ഇതൊരു പാസഞ്ചർ ട്രെയിനാണ്. അപ്പോൾ ഇന്ന് കൊല്ലം വരെ ഞാൻ പോകുന്നില്ല, കായംകുളം വരെയാണ് പോകുന്നത്. ഒരു റൗണ്ട് ട്രിപ്പ് അടിക്കാൻ പോവാണ്. അപ്പോൾ ഇവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് കായംകുളം വരെ എനിക്ക് 30 രൂപയാണ് ആയത്. അപ്പോൾ ട്രെയിനിൽ അങ്ങനെ തിരക്കൊന്നും ഇല്ലെങ്കിലും സീറ്റൊക്കെ എല്ലാവരും അത്യാവശ്യം ആൾക്കാർ ട്രെയിനിലുണ്ട്. നിൽക്കാനുള്ള ആൾക്കാരൊന്നും ഇല്ല കേട്ടോ, സീറ്റൊക്കെ ഫുള്ളാണ്. അപ്പോൾ ഇവിടുന്ന് കറക്റ്റ് 6:05 ഇവിടുന്ന് പുറപ്പെടും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി കൃത്യം 6:05 എറണാകുളം ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇതിന് എല്ലായിടത്തും സ്റ്റോപ്പുണ്ട്. ഇനി അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് തൃപ്പൂണിത്തുറയാണ്. ഇവിടെ നിന്ന് ഒരു 9 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് കറക്റ്റ് ടൈമിൽ പുറപ്പെട്ടു. ഇത് ഓൺ ടൈമിൽ ഓടുമെന്ന് നമുക്ക് നോക്കാം. ഞാൻ നോക്കിയപ്പോൾ ഇതിങ്ങനെ ലേറ്റ് ആവാറില്ല. ഇത് ചില സമയത്ത് നേരത്തെ എത്താറുണ്ട്. എത്തേണ്ട സമയത്തേക്കാളും ഇപ്പോൾ ഒരു ടൈം ഉണ്ടാവില്ല ഇവിടെ കൊല്ലത്ത് എത്തേണ്ട, അതിനേക്കാളും മുന്നേ ഈ വണ്ടി സാധാരണ എത്താറുണ്ട്. ഓൺ ടൈമിൽ ഓടും. ഈ എറണാകുളം കൊല്ലം ഈ റൂട്ടിലൊക്കെ ഉള്ള മെമ്മോ ഒക്കെ കറക്റ്റ് ടൈമിൽ എത്തുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞല്ലോ ഒരു റൗണ്ട് ട്രിപ്പ് അടിക്കാൻ പോകുന്നു. അപ്പോൾ ഇത് ഒരു 4 വീഡിയോസ് വരുന്നുണ്ട്. ഇത് 1ാമത്തെ എപ്പിസോഡാണ് കേട്ടോ. ഇനി ബാക്കി ഒരു 3 വീഡിയോസ് പുറകെ വരുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയെന്ന് പ്ലാൻ ചെയ്യുന്ന ഇത് ആദ്യം നമ്മൾ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് കായംകുളം പോകും. പിന്നെ അവിടെ നിന്ന് 10 മണിക്ക്, ഇതൊരു 9 മണി 8 റേഞ്ചിൽ അവിടെ എത്തും. 10 മണിക്ക് കൊല്ലം ആലപ്പുഴ പാസഞ്ചർ ഉണ്ട്. അതിൽ കയറി തിരിച്ച് ആലപ്പുഴ പോവും. പിന്നെ ആലപ്പുഴയിൽ നിന്ന് 1:15 തിരിച്ച് നേരെ ആലപ്പുഴയിൽ നിന്ന് കരുനാഗപ്പള്ളി അവിടെ ചെല്ലും. അവിടെ നിന്ന് 3:15 കൊല്ലം കോട്ടയം പാസഞ്ചറിൽ കയറി നമ്മൾ നേരെ കോട്ടയത്ത് പോവും. പിന്നെ അവിടെ നിന്ന് കോട്ടയത്ത് നിന്ന് നേരെ മറ്റേ എറണാകുളം പാസഞ്ചർ, നമ്മുടെ കാരക്കൽ എക്സ്പ്രസിൻ്റെ റൈറ്റ് ഷെയറിങ് തിരിച്ച് എറണാകുളത്തോട്ട് വരും. അങ്ങനെയാണ് റൗണ്ട് ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടിയുടെ ആദ്യത്തെ സ്റ്റോപ്പായ തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഈ ഓരോ സ്റ്റോപ്പുകളിൽ 1 മിനിറ്റ് മാത്രമേ സ്റ്റോപ്പുള്ളൂ കേട്ടോ. ഈ വണ്ടി നല്ല സ്പീഡായിട്ട് പോകുന്നത്. 80 km/h വണ്ടി പോകുന്നത്. നല്ല സ്പീഡാണ്. ഇത് നിർത്തി ഉടനെ എടുക്കുമ്പോൾ തന്നെ നല്ല സ്പീഡാണ്. അതാണ് ഈ മെമ്മു ട്രെയിൻസിൻ്റെ പ്രത്യേകത അതാണ്. അപ്പോൾ ഈ രാവിലത്തെ ടൈം ആയതുകൊണ്ട് എന്തായാലും കയറാൻ ആൾക്കാരുണ്ടാവും. ഞാൻ വിചാരിക്കുന്നത് എന്താ പറഞ്ഞാൽ തിരക്ക് എന്തായാലും ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് ആട്ടാ. അതിന് തൃപ്പൂണിത്തുറയിലൊക്കെ സ്റ്റോപ്പുണ്ട്. ഇത് ഈ എക്സ്പ്രസ് ആണെങ്കിലും ഒരുമാതിരി പാസഞ്ചർ പോലെയാണ് കേട്ടോ. ഇതിൻ്റെ സ്റ്റോപ്പുകളൊക്കെ പാസഞ്ചർ ട്രെയിൻ പോലെയാണ്. എടപ്പള്ളിയിലും കണ്ട എല്ലായിടത്തും ഇതിന് സ്റ്റോപ്പുണ്ട്. എന്നാലും ഇതിന് എക്സ്പ്രസ് ട്രെയിനാണെന്ന് പറയുകയും ചെയ്യും. പക്ഷേ ഭയങ്കര ഡിമാൻഡ് കേട്ടോ. തിരിച്ചു വരുമ്പോൾ എന്തൊരു തിരക്കാണെന്ന് അറിയും. വണ്ടിയിലൊക്കെ ഭയങ്കര തിരക്കാണ്. ഇപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി 1 മിനിറ്റിന് ശേഷം തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടുത്ത സ്റ്റോപ്പ് എന്ന് ചോറ്റാനിക്കരയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ മെമ്മു ട്രെയിൻസൊക്കെ എങ്ങനെ പുറപ്പെടുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, പുറകേത്തെ ലോക്കോ പൈലറ്റ് ഹോൺ അടിക്കും. അതിനുശേഷം മുന്നേത്തെ ലോക്കോ പൈലറ്റ് ഹോൺ അടിച്ച് അങ്ങനെയാണ് ട്രെയിൻ വിടുന്നത്. സാധാരണ ഈ എക്സ്പ്രസ് ട്രെയിനിലൊക്കെ പുറകിലുള്ള ട്രെയിൻ മാനേജർ വിസിലടിക്കുന്ന കണ്ടിട്ടുണ്ടോ, അതുപോലെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന കുറേ മെമ്മു സർവീസുകളും പാസഞ്ചർ സർവീസുകളും ഉണ്ട്. അപ്പോൾ അതിൽ 1ാമത്തെ വണ്ടിയാണ് ഞാനിപ്പോൾ കയറിയിരിക്കുന്ന വണ്ടി, എറണാകുളം കൊല്ലം പാസഞ്ചർ. അത് ബുധനാഴ്ച ഒഴിച്ച് എല്ലാ ദിവസവും ഉണ്ട്. അതിൻ്റെ ട്രെയിൻ നമ്പർ എന്ന് പറയുന്നത് ട്രെയിൻ നമ്പർ 307. അത് എറണാകുളത്ത് നിന്ന് രാവിലെ 6:05 എറണാകുളം ജംഗ്ഷനിൽ നിന്ന് പുറപ്പെടും. പിന്നെയുള്ള അടുത്ത വണ്ടി എന്ന് പറയുന്നത് ട്രെയിൻ നമ്പർ 56
005. അത് ഈ എറണാകുളം കാരക്കൽ എക്സ്പ്രസ് ഉണ്ടല്ലോ ഈ കാരക്കൽ എറണാകുളം ആ റേക്ക് വെച്ച് ഇവർ എറണാകുളം കോട്ടയം പാസഞ്ചറായിട്ട് ഓടും. അത് എല്ലാ ദിവസവും ഉണ്ട് കേട്ടോ. പിന്നെ ഉള്ള അടുത്ത വണ്ടി എന്ന് പറയുന്നത് ട്രെയിൻ നമ്പർ 06170, മറ്റേ സ്പെഷ്യലില്ല, എറണാകുളം കൊല്ലം സ്പെഷ്യൽ. അപ്പോൾ അത് ശനിയും ഞായറും ഒഴിച്ച് എല്ലാ ദിവസവും ഈ വണ്ടി കൊല്ലത്തോട്ട് ഓടും. 9:50 എറണാകുളം ജംഗ്ഷനിൽ നിന്ന് പുറപ്പെടുക. പിന്നെയുള്ള അടുത്ത ട്രെയിൻ എന്ന് പറയുന്നത് ട്രെയിൻ നമ്പർ 66304. അത് എറണാകുളം കൊല്ലം പാസഞ്ചർ. അത് തിങ്കളാഴ്ച ഒഴിച്ച് എല്ലാ ദിവസവും ഉണ്ട്. 1:35 എറണാകുളം ജംഗ്ഷനിൽ നിന്ന് പുറപ്പെടും. പിന്നെയുള്ള അടുത്ത ട്രെയിൻ എന്ന് പറയുന്നത് ട്രെയിൻ നമ്പർ 66321, 6:15 എറണാകുളം കൊല്ലം പാസഞ്ചർ. ശരിക്കും പറഞ്ഞാൽ നേരത്തെ ഈ 66321 എന്നുള്ള നമ്പർ ശരിക്കും മാറ്റമെന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ ആ റൂട്ടിൽ എറണാകുളം മറ്റേ ഗുരുവായൂരിൻ്റെ റൈറ്റ് ഷെയറിംഗ് ആണ് ഇപ്പോൾ ഓടിക്കുന്നത്. റൈറ്റ് ഷെയറിംഗ് ആയിട്ട് ഇപ്പോൾ ഓടിക്കുന്നത്. അപ്പോൾ മെമ്മു സർവീസുകൾക്ക് 6 വെച്ചും മറ്റേ പാസഞ്ചർ സർവീസിന് 5 വെച്ചാണ് സാധാരണ, അങ്ങനെയാണ് റെയിൽവേ പറഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ നമ്പർ എന്തായാലും മാറ്റും, അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടായിരിക്കാം ഇങ്ങനെ ഓടിക്കുന്നതെന്ന് തോന്നുന്നു, അറിയില്ല. അപ്പോൾ റൈറ്റ് ഷെയറിൽ ഇങ്ങനെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് സ്ഥിരമായിരിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ട്രെയിൻ നല്ല സ്പീഡിലായിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഈ റൂട്ടിൽ എനിക്ക് തോന്നുന്നത് സ്പീഡിൻ്റെ ഇത് കൂട്ടിയെന്ന് തോന്നുന്നു. ഇപ്പോൾ 85-90 ആ ഒരു സ്പീഡിലാണ് ഇപ്പോൾ പോകുന്നത് എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ട്രെയിനിൻ്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. അപ്പോൾ ഇതിൻ്റെ ട്രെയിൻ നമ്പർ എന്ന് പറയുന്നത് ട്രെയിൻ നമ്പർ 66307, 66308. അപ്പോൾ ഇത് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് 6:05 പുറപ്പെട്ട് 9:50 ഇത് കൊല്ലം ജംഗ്ഷനിൽ എത്തിച്ചേരുന്നു. പിന്നെ ഇത് തിരിച്ച് 11 മണിക്ക് പുറപ്പെട്ട് 2:50 ഇത് തിരിച്ച് എറണാകുളം ജംഗ്ഷനിൽ ഇത് എത്തിച്ചേരുന്നു. പിന്നെ ചില സമയത്ത് ഈ എറണാകുളം പാലക്കാട് മെമ്മു ഉണ്ടല്ലോ, ഇങ്ങനെ മാറി മാറി ഇവർ സർവീസ് നടത്താറുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ മെമ്മു ചിലപ്പോൾ എറണാകുളം പാലക്കാടായിട്ട് പോവും, ചിലപ്പോൾ എറണാകുളം പിന്നെ ചിലപ്പോൾ എറണാകുളം ഷൊർണൂരായിട്ട് പോവും. അങ്ങനെ മാറ്റി മാറ്റിയാണ് ഇവരിങ്ങനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് എനിക്കറിയില്ല, റൈറ്റ് ഷെയറിംഗ് ഒന്നും ഉണ്ടാവില്ലായിരിക്കാം, മാറി മാറി ഈ മെമ്മു സെറ്റ് ഉപയോഗിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി ഇങ്ങനെ മുളന്തുരുത്തി റെയിൽവേ സ്റ്റേഷനിലോട്ട് അടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. മുളന്തുരുത്തി റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഈ മെമ്മു എക്സ്പ്രസ് ഇത്തിരി ഡിമാൻഡുള്ള വണ്ടിയായിരിക്കാം, അതാണ് ഇവർ ഇപ്പോൾ വലിയ തിരക്കൊന്നുമില്ല. ഇനി എനിക്ക് തോന്നുന്നു ഈ കോട്ടയമൊക്കെ എത്തുമ്പോൾ അത്യാവശ്യം ആൾക്കാർ കയറുമെന്ന് തോന്നുന്നു. കോട്ടയം, തിരുവല്ല, ചെങ്ങന്നൂർ അവിടെയൊക്കെ. കാരണം ഇനിയിപ്പോൾ അടുത്ത വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ എറണാകുളം കായംകുളം എക്സ്പ്രസ്സാണ്. അപ്പോൾ അത് കായംകുളം വരെയുള്ളൂ. പിന്നെ അടുത്ത വണ്ടി എന്ന് പറയുന്നത് ഈ എക്സ്പ്രസ് ട്രെയിനുകളാണ്. അതിൽ പറയണ്ടല്ലോ, ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ എന്തായാലും ആളുകൾ ഇതിലായിരിക്കും ആശ്രയിക്കുക. അതുമാത്രമല്ല, ഇതിനാണെങ്കിൽ പൈസയും കുറവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ ജോലിക്കാരും വിദ്യാർത്ഥികളൊക്കെ ഈ ട്രെയിനായിരിക്കാം ഉപയോഗിക്കുന്നത്. നമുക്ക് നോക്കാം തുടർന്ന്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി 1 മിനിറ്റിന് ശേഷം മുളന്തുരുത്തി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു കേട്ടോ. 6:36 വന്നു, 6:37 ആയപ്പോൾ ഇവിടെ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ ഈ വണ്ടിക്ക് എല്ലായിടത്തും 1 മിനിറ്റ് സ്റ്റോപ്പുള്ളൂ കേട്ടോ. ആകെ ഈ കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ 2 മിനിറ്റ് സ്റ്റോപ്പുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, പക്ഷേ ഈ 1 മിനിറ്റ് സ്റ്റോപ്പുള്ളെങ്കിലും ഇപ്പോൾ യാത്രക്കാരും കയറിയില്ലെന്ന് ചോദിച്ചു. ഇപ്പോൾ ഭയങ്കര തിരക്കാണെന്ന് വിചാരിച്ചോ. അപ്പോൾ 1 മിനിറ്റ് എന്നുള്ള ചിലപ്പോൾ 2 മിനിറ്റ്, 4 മിനിറ്റ്, 5 മിനിറ്റൊക്കെ ആവും. കാരണം ആൾക്കാർ കയറാതെ ട്രെയിൻ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് ഒരു കാര്യമാണ്. അപ്പോൾ പക്ഷേ എത്ര വൈകിയാലും, ഇപ്പോൾ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ വൈകിയാലും ഈ വണ്ടി അവിടെ ഓൺ ടൈമിൽ എത്തും കേട്ടോ. കാരണം ഇതിന് എക്സ്ട്രാ ടൈം ഡെസ്റ്റിനേഷനിൽ കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ 9:30 എത്തും. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ വിചാരിച്ച പോലെയല്ല കേട്ടോ. ഈ വൈക്കൊക്കെ എത്തിയപ്പോൾ, ഇപ്പോൾ നമ്മൾ വൈക്കത്താണ്, വൈക്കൊക്കെ എത്തിയപ്പോഴേ എൻ്റെ പൊന്നെ എന്തോരം ആൾക്കാരാണെന്നറിയോ. ഇഷ്ടം പോലെ ആൾക്കാരായിരുന്നു. ഞാൻ വിചാരിച്ചു ഇത്രയും ഡിമാൻഡോ ഈ വണ്ടിക്ക്. ഇപ്പോൾ സീറ്റ് എന്തായാലും ഫുള്ളായി. ഇനി എനിക്ക് തോന്നണേ ഈ കായംകുളത്തുനിന്ന് ട്രെയിൻ ഫുള്ളാവും, എന്തായാലും ഫുള്ളാവും.
കാരണം ഞാൻ പോലും ഇത്ര വിചാരിച്ചില്ല ഇത്ര ഡിമാൻഡ് ഈ വണ്ടിക്കുണ്ടെന്ന്. ഫുള്ളായേ. അപ്പോൾ ഫ്രണ്ട്സ്, മഴ ചെറുതായിട്ട് പെയ്തിട്ടാ, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. മഴ പെയ്തതിൻ്റെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഈ മഴയുടെ ഈ ടൈമിൽ ഇഷ്ടംപോലെ ട്രെയിന് കൊങ്കൺ ഭാഗത്തും നമ്മുടെ കേരളത്തിൽ ഈ വേനാട് എക്സ്പ്രസ് പോലും ലേറ്റായി 1.5 മണിക്കൂർ റീഷെഡ്യൂളൊക്കെ ചെയ്തെന്ന് പറയുമ്പോൾ മഴ എന്തൊരു അവസ്ഥയല്ലേ. ഇപ്പോൾ ഫ്രണ്ട്സ്, ഈ വണ്ടി എല്ലാവർക്കും മനസ്സിലായി, ഇതാണ് കൊല്ലം എറണാകുളം പാസഞ്ചർ. ഇത് കണ്ടില്ലേ, കോച്ചൊക്കെ പരസ്യമൊക്കെ ഒട്ടിച്ച്. ഓഫ്, റെയിൽവേയുടെ ഒക്കെ ഒരു കാര്യം. അപ്പോൾ ഈ വണ്ടി ഭയങ്കര ഡിമാൻഡുള്ള വണ്ടിയായിരുന്നു. പക്ഷേ ഈ നേരത്തെ ഇതിൽ മെമ്മു സർവീസായിരുന്നു നടത്തിയത്. പക്ഷേ ഇപ്പം മെമ്മു ഒക്കെ മാറ്റി. ഇപ്പം ഇവർ ഈ എറണാകുളം ഗുരുവായൂർ പാസഞ്ചറില്ലേ, അതിൻ്റെ റേറ്റ് വെച്ചിട്ടാണ് ഇപ്പോൾ ഈ സർവീസ് നടത്തുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി അങ്ങനെ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. കോട്ടയം റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഇവിടെ നിന്ന് എന്തായാലും അത്യാവശ്യം ആൾക്കാർ ഇപ്പോൾ കയറാനുണ്ടാകും. അപ്പോൾ കൊല്ലം എത്തുമ്പോൾ എന്തായാലും ട്രെയിൻ ഫുള്ളായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഈ കോട്ടയത്ത് ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരതില്ലേ, അതിപ്പോൾ വരും. അപ്പോൾ അതിലും കയറാൻ ആൾക്കാരുണ്ടാവും, ഇതിലും കയറാൻ ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇവിടെ നിന്നൊരു കോട്ടയം കൊല്ലം മെമ്മു എക്സ്പ്രസ് ഉണ്ട് കേട്ടോ. മെമ്മു എക്സ്പ്രസ് അല്ല, മെമ്മു. അപ്പോൾ അതിൽ ഒരു വീഡിയോ വരുന്നുണ്ട് കേട്ടോ, കാത്തിരിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ദേന തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത് എക്സ്പ്രസ്. അപ്പോൾ ഈ വന്ദേ ഭാരത് പാലരുവി എക്സ്പ്രസ്സിന് ഓവർടേക്ക് ചെയ്യും. അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ പാലരുവി എക്സ്പ്രസ്സിൽ അത്ര തിരക്കൊന്നും ഇല്ല കേട്ടോ. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ മറ്റേ ഒരു മെമ്മു സർവീസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി 2 മിനിറ്റിന് ശേഷം കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു വിടാം. അപ്പോൾ ഞാൻ നേരത്തെ ഈ കായംകുളത്ത് മാത്രം 2 മിനിറ്റ് നിർത്തുമെന്ന് പറഞ്ഞില്ലേ, കായംകുളത്ത് മാത്രമല്ല കോട്ടയത്തും 2 മിനിറ്റ് നിർത്തും കേട്ടോ. അപ്പോൾ വണ്ടി അത്യാവശ്യം ആൾക്കാരായിട്ടുണ്ട്. അപ്പോൾ അതേ അവിടെ വന്ദേ ഭാരത് കിടക്കുന്നു. നമ്മളങ്ങനെ കായംകുളം ഭാഗത്തോട്ട് പോകുന്നു. അപ്പോൾ ഇനിയിപ്പോൾ വണ്ടി ഓൺ ടൈമിൽ എത്തും കേട്ടോ കൊല്ലത്തെ. അപ്പോൾ ഫ്രണ്ട്സ്, ഈ എറണാകുളം, കോട്ടയം, കൊല്ലം, തിരുവനന്തപുരം ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം മെമ്മു സർവീസുകളും പാസഞ്ചർ സർവീസുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ അവിടെ ആലപ്പുഴയിൽ നിന്ന് കൊല്ലത്തോട്ട് 1:15 വണ്ടിയുണ്ട്. എറണാകുളത്ത് നിന്ന് 1:30 കൊല്ലത്തോട്ട് ഒരു മെമ്മു സർവീസ് ഉണ്ട്. ആലപ്പുഴയിലോട്ടും ഒരു പാസഞ്ചർ സർവീസ് ഉണ്ട്. അപ്പോൾ ആ ഭാഗങ്ങളിൽ കുഴപ്പമില്ല. പക്ഷേ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഈ മെമ്മു പാസഞ്ചർ ഒക്കെ ഈ നമ്മുടെ ഈ മറ്റേ പാലക്കാട്, ഷൊർണൂർ ആ ഭാഗങ്ങളിലാണ് കൂടുതലും വേണ്ട. കണ്ണൂർ, കാസർഗോഡ് അവിടെയൊക്കെ. അപ്പോൾ അവിടെയൊക്കെ മെമ്മു സർവീസുകളും പാസഞ്ചർ സർവീസുകളും കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾക്ക് ഉപകാരമായിരിക്കും. കാരണം ഈ വൈകിട്ടൊക്കെ കൊടുത്താൽ ഏറ്റവും ഉപകാരമായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ കായംകുളം എത്തിക്കൊണ്ടിരിക്കട്ടെ. അപ്പോൾ അത് ആ കാണുന്ന ലൈൻ കണ്ട, അതാണ് ആലപ്പുഴ റൂട്ട്. അപ്പോൾ ആലപ്പുഴ റൂട്ടിനെ പറ്റി പറയണ്ടല്ലോ. അപ്പോൾ അതിനെപ്പറ്റിയുള്ള വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ റൂട്ടിനെ പറ്റിയുള്ള കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വണ്ടി അങ്ങനെ കായംകുളത്തോട്ട് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ, കായംകുളം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 8:30 ആകുമ്പോൾ കായംകുളത്തെത്തും. അപ്പോൾ കായംകുളത്ത് നിന്ന് 8:50 ഒരു കായംകുളം എറണാകുളം പാസഞ്ചർ ഉണ്ട്. ഞാൻ അതിൽ യാത്ര ചെയ്തിട്ടുണ്ട്. അത് ഞാൻ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുക്കാം, ഈ വീഡിയോയുടെ അടിയിൽ താഴെ. അപ്പോൾ ഞാൻ ഇനി പോകുന്ന യാത്ര എന്ന് പറയുന്നത് ആലപ്പുഴയ്ക്കാണ്. പക്ഷേ ഈ കായംകുളം എറണാകുളം പാസഞ്ചറിലല്ല ഞാൻ നമ്മുടെ ആലപ്പുഴയ്ക്ക് പോകുന്നത്. കൊല്ലത്ത് നിന്ന് 9:05 പുറപ്പെടുന്ന ഒരു കൊല്ലം ആലപ്പുഴ പാസഞ്ചർ ഉണ്ട്. അപ്പോൾ അതിനാണ് ഞാൻ ആലപ്പുഴയ്ക്ക് പോകുന്നത്. അപ്പോൾ അതിന് 9:58 കായംകുളത്തോട്ട് വരുള്ളൂ, 10 മണി. അപ്പോൾ അടുത്ത വീഡിയോ അതായിരിക്കും.
അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഇവിടെ നിന്ന് അടുത്ത ട്രിപ്പ് എന്ന് പറയുന്നത് ആലപ്പുഴയ്ക്കാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊല്ലം ആലപ്പുഴ പാസഞ്ചറിൽ കയറിയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ആ വണ്ടിയും ഭയങ്കര ഡിമാൻഡുള്ള വണ്ടിയാണ്. നമ്മുടെ ഈ നിലമ്പൂർ കോട്ടയില്ലേ, അതിൻ്റെയൊക്കെ ഒരു റൈഡ് ഷെയറിംഗ് ഉള്ള വണ്ടിയാണ്. അപ്പോൾ അതിലാണ് ഞാൻ ആലപ്പുഴയിലോട്ട് പോകുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.